27-ാം തീയതി 4 വിഭാഗത്തിൻ്റെതും പറഞ്ഞതാണ്. 5-ാം വിഭാഗം ആഹാരം പാകം ചെയ്യുന്ന ആളിൻ്റെ മനോഭാവം ഭക്ഷണത്തെ ഏത് വിധത്തിലെങ്കിലും ബാധിക്കുമോ? തീർച്ചയായിട്ടും. നമ്മൾ ഏത് ഭാവനയോടുകൂടിയാണ് ഒരു കർമ്മം ചെയ്യുന്നത്, അത് കേവലം ആഹാരമുണ്ടാക്കുന്നതല്ല. ഏത് കർമ്മവും ഏത് ഭാവനയോടുകൂടി ചെയ്യുന്നോ അതിൻ്റെ ആ ഒരു സംസ്കാരം തീർച്ചയായിട്ടും ആ കർമ്മത്തോട് ചേർന്നിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നതും സന്തോഷത്തോടു കൂടി സമർപ്പണ ഭാവത്തോടു കൂടി ചെയ്യണമെന്ന് പറയുന്നത്. വികാരഭരിതമായി വിദ്വേഷത്തോടു കൂടി ഒക്കെ നമ്മൾ എന്ത് ചെയ്താലും ആ ചെയ്തിയിൽ ആ ഭാവങ്ങൾ നിഴലിക്കും, ഉറപ്പാണ്. ഔഷധ നിർമ്മാണത്തിലൊക്കെ പൂർവാചാര്യന്മാർ വിധിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ഇന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് അല്ലെങ്കിൽ ഇന്ന വ്രതശുദ്ധിയോടുകൂടി ഇന്ന ഭാവനയെ നിലനിർത്തിക്കൊണ്ട് വേണം ഇന്ന ഔഷധം നിർമ്മിക്കേണ്ടതെന്ന്. വിവിധ ഔഷധങ്ങൾക്ക് അത്തരം നിയമങ്ങളുണ്ട്. തുടർച്ചയായി നാമജപം മാത്രം ചെയ്തുകൊണ്ട് ഉണ്ടാക്കേണ്ട മരുന്നുകളുണ്ട്. നാമജപം ഒച്ചത്ത് ചെയ്യില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒച്ചത്തിൽ ചൊല്ലുമ്പോൾ നമ്മൾ ഉമിനീരൊക്കെ അതിലാവും. ഭക്ഷണം വിളമ്പുമ്പോൾ അഥ പഞ്ചദശോധ്യായ ശ്രീ ഭഗവാൻ ഉവാചാന്ന് ചൊല്ലിയിട്ട് ഭക്ഷണം വിളമ്പി അങ്ങനെ ഉണ്ടാവും. ശ്രീ ഭഗവാൻ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ഉമിനീരയിൽ വീണിട്ടുണ്ടാവും. ഭാ എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഉമിനീര് വീഴും. അപ്പോൾ ഭക്ഷണം വിളമ്പുന്നവർ ചൊല്ലാൻ പാടില്ല. ചൊല്ലാൻ വേറെ ആൾക്കാർ മാറി നിൽക്കുക. ഭക്ഷണം വിളമ്പുന്ന ആൾ വർത്തമാനം പറയരുത്, ഒരു വർത്തമാനവും പറയും. ഇതൊക്കെ നിയമമാണ്. അതുപോലെ സമർപ്പണ ഭാവത്തോടു കൂടി ഞാൻ ഈശ്വരന് പ്രസാദം നേദിക്കാനുള്ളത് നിർമ്മിക്കുകയാണെന്ന ഭാവത്തിൽ വേണം ഭക്ഷണം ഉണ്ടാക്കാൻ. കാരണം അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. നമ്മുടെ എല്ലാവരുടെയും ഉദരങ്ങളാകുന്ന ഹോമകുണ്ടങ്ങളിൽ ഔദര്യാഗ്നി വൈശ്വാനരാഗ്നിയാണ്, ഈശ്വരനാണ്. ആ ഈശ്വരനെ സമർപ്പിക്കാനുള്ള വസ്തുവാണ് ഭക്ഷണം. അപ്പം ക്ഷേത്രത്തിൽ നിവേദ്യം ഉണ്ടാക്കുന്ന ശ്രദ്ധയോടുകൂടി വേണം ഭക്ഷണം പാകം ചെയ്യാൻ. അതൊക്കെ പ്രധാനമാണ്. ഇനി പാകം ചെയ്യണത് അങ്ങനെയാണ്, കഴിക്കണത് അങ്ങനെയല്ലെങ്കിലോ അത് പറ്റില്ല. കഴിക്കുന്നതും അതേ യജ്ഞഭാവനയിൽ വേണം, യജ്ഞനിർവഹണമാണെന്ന ഭാവനയിൽ വേണം ഭക്ഷണം കഴിക്കാൻ. അന്നദാനം ചെയ്യുന്ന ആളും അത് സ്വീകരിക്കുന്ന ആളിനും തുല്യ മഹത്വമാണല്ലോ. തീർച്ചയായിട്ടും ദാനം കൊടുക്കുന്ന ആൾക്കും സ്വീകരിക്കുന്ന ആൾക്കും ഒക്കെ മഹത്വം ഒന്ന് തന്നെയാണ്. ചില ആചാര്യന്മാർ അന്നദാനത്തിൽ മാത്രം പങ്കെടുക്കുന്നവരെ വിമർശിക്കുന്നത് ശരിയാണോ? അങ്ങനെ ഒരാചാര്യനും വിമർശിക്കൂലല്ലോ. അന്നദാനത്തിൽ പങ്കുചേരുന്നവരെ, അന്നം സ്വീകരിക്കുന്നവരെ ആരും ബുദ്ധിയുള്ളവർ വിമർശിക്കാറില്ല. ബുദ്ധിയില്ലാത്തവർ വിമർശിച്ചു എന്ന് വരും. അങ്ങനെയല്ല, അന്നദാനത്തിൽ മാത്രം എന്ന് പറയുമ്പോൾ അതിലൊരു ധ്വനി വേറെ ഉണ്ട്. ഈ അന്നദാനം വേറെ എന്തോ ഒരു കാര്യനിർവഹണത്തിന് വേണ്ടിയുള്ളതാണ്. ഉദാഹരണം പറഞ്ഞുതരാം. ഉദാഹരണം, ഒരു 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 സദ്യജ്ഞം നടക്കുകയാണ്. ആ സദ്യജ്ഞത്തിൽ പങ്കെടുക്കേണ്ടവർ അവരെ വീട്ടിൽ പോകണം, പാചകം ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അത് വിഷമാണ്. അപ്പോൾ ആ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. എന്തിനാ കൊടുക്കുന്നത്? അവർ വീട്ടിൽ പോയിട്ട് പാചകം ചെയ്ത് കഴിക്കാനുള്ളൊരു അവസ്ഥ അവർക്കില്ല. അപ്പോൾ എല്ലാവരും ഇവിടുന്ന് തന്നെ ഭക്ഷണം കഴിച്ചാൽ സുഖമായിട്ട് ഇതിൽ പങ്കെടുക്കാം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെയുള്ളൊരു യജ്ഞത്തിൽ ആ യജ്ഞത്തിൽ പങ്കെടുക്കാതെ ചാപ്പാടടിക്കാൻ മാത്രം
ആൾ തിങ്ങിക്കൂടിയാൽ അത് സുഖമുണ്ടോ? ഉണ്ടോ? ഇനി പ്രസാദ വിതരണം എന്നുള്ള രീതിയിലാണെങ്കിൽ ഒരിക്കലും എത്ര ആൾ വന്നാലും അതിനെ നിന്ദിക്കാനോ വിമർശിക്കാനോ പാടില്ല. പ്രസാദം സ്വീകരിക്കാൻ എത്ര ആൾക്കാർ വന്നോ അത്രയും സന്തോഷമാണ് വേണ്ടത്. ഇതൊക്കെ ഇപ്പോൾ സഭയ്ക്ക് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ചില സഭകളിൽ പ്രസാദ വിതരണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഉണ്ടെങ്കിൽ എത്രായിരം ആൾക്കാർ കൂടുതലുണ്ടോ അത്രയും സന്തോഷമാണ് അതിൻ്റെ സംഘാടകർക്കും വിതരണക്കാർക്കും ഒക്കെ വേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സദ്യയജ്ഞം, ഇപ്പോൾ പൊതുവെ കേരളത്തിൻ്റെ ഒരവസ്ഥ പറയാം. കേരളത്തിൻ്റെ ഒരവസ്ഥയിൽ ഈ ഭാഗവത സപ്താഹവേദിയിൽ ആചാര്യൻ രാവിലെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഈ പ്രവചനം ചെയ്യാനിരിക്കുകയാണ്. മുമ്പിൽ 2-3 ആളുണ്ടാവും, ചിലപ്പോൾ അതും ഉണ്ടാവില്ല. ചിലപ്പോൾ 10-20 ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും, നാട്ടുവർത്താനവും പറയുന്നുണ്ടാവും. ഉച്ചയ്ക്ക് അങ്ങോട്ട് ആവുമ്പോഴത്തേക്ക് 1000, 2000, 3000, 4000 പേര്. എന്നാൽ ഇവരൊക്കെ ഒന്ന് കുറച്ച് 10 മിനിറ്റെങ്കിലും കേട്ടിരുന്നെങ്കിൽ. അതൊരു സുഖമില്ല. 10 മിനിറ്റെങ്കിലും കേട്ട ഒരു സുഖമല്ലേ? അതില്ല. പിന്നെ തിക്കും പിന്നെ ഇവിടെ കേൾക്കാനിരിക്കുന്ന ആൾക്കാർക്ക് കിട്ടില്ലെന്നേ. അതുകൊണ്ട് ഈ കേൾക്കാനിരിക്കുന്ന ആൾക്കാർക്ക് കിട്ടില്ല, തിക്കലും തിരക്കലും പെട്ടിട്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്, തമാശയല്ല. അപ്പോൾ അത് നമുക്ക് അനുകൂലിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് അവിടെ ഭാഗവത സപ്താഹത്തിൻ്റെ ഭാഗമായിട്ട് പ്രസാദ വിതരണം എന്നുള്ള കാഴ്ചപ്പാടിലാണെങ്കിൽ അത് നല്ലതാണ്. അത് ഏത് കാഴ്ചപ്പാട് എന്നുള്ളതിനനുസരിച്ചിരിക്കും. അത്രേ പറയാൻ പറ്റും, അല്ലാതെ വിമർശിക്കുന്നത് ശരിയല്ല. തത്പരത ഉണ്ടാവാൻ എന്താണ് വേണ്ടത്? തത്പരത, തൻ്റെ ലക്ഷ്യത്തിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുകയും അതിനെ പ്രാപിക്കണമെന്ന ദൃഢമായ ഇച്ഛ ഉണ്ടാവുകയും ചെയ്താൽ തത്പരത താനേ ഉണ്ടാവും. അതെ, ചില കുട്ടികൾ പറയാറുണ്ട്, സ്വാമി പഠിക്കണതൊന്നും ഓർമ്മയിൽ നിൽക്കണില്ല. പഠിക്കുമ്പോൾ ഒക്കെ ഓർമ്മ ഉണ്ടാവും, പിന്നെ ഒന്നും ഓർമ്മയിൽ നിൽക്കണില്ല, ഓർമ്മയില്ല. അപ്പോൾ അവരോട്, നീ അവസാനം കണ്ട സിനിമ ഏതാ? ഇന്നതാണ്. അതിൻ്റെ ഇന്ന രംഗം കഴിഞ്ഞിട്ട് എന്താ രംഗം പറ. അവൻ അസലായി പറഞ്ഞു തരും, അവൾ അസലായി പറഞ്ഞു തരും. അപ്പോൾ ഓർമ്മയില്ലായികയല്ല പ്രശ്നം, ഓർമ്മ ഉണ്ട്. ഓർമ്മയില്ലാത്ത ആളാണെങ്കിൽ അത് ഓർമ്മ ഉണ്ടാവുമോ? അത്രയേ അതിലുള്ളൂ. അതാണ് പഠിത്തത്തിൽ അത്രയേ ഉള്ളൂ, സിനിമയിൽ ഇത്ര ഉണ്ട്. ഇതാണ് വ്യത്യാസം. ഈ ഒരു ഗൗരവം നമ്മൾ സാധനാമാർഗത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ തത്പരത ഉണ്ടാവുക തന്നെ ചെയ്യും. ഇത്ര വലിയൊരു ആവശ്യമാണിതെന്ന ബോധം നമുക്കുണ്ടാവണം. എന്നോട് പറയാം, ഇത്ര വലിയൊരു ആവശ്യമാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. നമുക്ക് മറ്റു 108 കാര്യങ്ങൾ കഴിഞ്ഞ് ഒരു വിഷയം ഇതു, അത്രയേ ഉള്ളൂ. അത് പറ്റില്ല. അങ്ങനെ വിചാരത്തിലൂടെ തത്പരതയെ ഉണ്ടാക്കി തീർക്കാം. ശ്ലോകവും സൂക്തവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശ്ലോകം എന്ന് നമ്മൾ പറയുന്നത് വൃത്തനിബദ്ധമായ വാക്യത്തിനാണ്. ഇനി വാക്യം പൂർണ്ണമായിക്കൊള്ളണമെന്നില്ല കേട്ടോ ഒരു ശ്ലോകത്തിൽ. ചിലപ്പോൾ 1-2 ശ്ലോകങ്ങളെ കൊണ്ടൊക്കെ ആയിരിക്കും ഒരു വാക്യം പൂർണ്ണമാകുക. അങ്ങനെയുള്ള ശ്ലോകങ്ങളും ഉണ്ട്. ഏതായാലും വൃത്തനിബദ്ധമാകുമ്പോൾ അത് ശ്ലോകമാണെന്ന് പറയാം. ഭാഷയിൽ പദ്യം, ഗദ്യം, സൂത്രം അങ്ങനെ ഉണ്ടല്ലോ. അപ്പം അതിൽ പദ്യാത്മകമായത്, വൃത്തനിബദ്ധമായതിനെയാണ് ശ്ലോകം എന്ന് പറയുന്നത്. സൂക്തം എന്ന് പറഞ്ഞാൽ ശരിക്ക് വാക്കിൻ്റെ അർത്ഥം സുഷ്ഠു ഉക്തം എന്നാണ്, നല്ലതുപോലെ പറയപ്പെട്ടത്. ഇപ്പം നല്ലതുപോലെ പറയപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒരാശയത്തെ നല്ലതുപോലെ പറഞ്ഞ് പൂർത്തിയാക്കിയാൽ അത് സൂക്തമാകും. നമ്മളൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ ഒരാശയത്തെ പൂർണ്ണമായി പറഞ്ഞ് പൂർത്തിയാക്കിയാൽ അതൊരു സൂക്തം.
പിന്നെ പിന്നെ വന്ന് വേദത്തിൽ പ്രത്യേകം സൂക്തങ്ങളുണ്ട്. പ്രത്യേകം സൂക്തങ്ങൾ. ആയിരക്കണക്കിന് സൂക്തങ്ങളുണ്ട് ഋഗ്വേദ സംഹിതയിൽ മാത്രം. അപ്പോൾ ഒരു സൂക്തം എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ദേവതാസ്തുതിയോ അതൊരു പ്രത്യേക വിഷയത്തെ പ്രതിപാദനം ചെയ്യുന്ന മന്ത്രങ്ങൾ ചേർന്ന ഭാഗമോ ആകാം. ചില സൂക്തങ്ങളിൽ ഒരു മന്ത്രമേ ഉണ്ടാവുള്ളൂ, ചില സൂക്തങ്ങളിൽ 10, 16, 20 ഒക്കെ മന്ത്രങ്ങൾ ഉണ്ടാവും. അപ്പം അനേക മന്ത്രങ്ങൾ ചേർന്നിട്ടായാലും ഒരു വിഷയത്തെ പൂർണ്ണമായി അതിൽ പ്രതിപാദിക്കുന്നു, ഒരു ദേവതാസ്തുതിയെ പൂർണ്ണമായി പ്രതിപാദിക്കുന്നു, ഒരു ക്രിയയെ സംബന്ധിക്കുന്ന വിഷയം പൂർണ്ണമായി പ്രതിപാദിക്കുന്നു. അങ്ങനെയാണ് സൂക്തങ്ങൾ. ഇനിയിവിടെ സൂക്തം അല്ല സൂത്രം ആണോ ഉദ്ദേശിച്ചതെന്നും സംശയമുണ്ട്. കാരണം ശ്ലോകവും സൂക്തവും തമ്മിലൊരു ബന്ധമില്ല. ശ്ലോകവും സൂത്രവും ആണോ എന്നപ്പോൾ സംശയം. സൂത്രം എന്നാണെങ്കിൽ അതൊരു പ്രത്യേക രചനാശൈലിയാണ്, ഗദ്യവുമല്ല ഒട്ട് പദ്യവുമല്ല. പിന്നെന്താണ്? അല്പാക്ഷരമസന്നിഗ്ധം സാരവദ് വിശ്വതോ മുഖം അസ്തോഭമനവദ്യം ച സൂത്രം സൂത്രവിദോ വിദു എന്നാണ് സൂത്രലക്ഷണം. അല്പാക്ഷരം, പരമാവധി അക്ഷരം ചുരുക്കി പറഞ്ഞതാവണം. എന്നാൽ ചുരുക്കി പറയുന്നത് കൊണ്ട് സംശയം ശേഷിക്കരുത്. അസന്നിഗ്ധം, സംശയരഹിതമായ അർത്ഥത്തെ കാണിക്കണം. അല്പാക്ഷരം അസന്നിഗ്ധം സാരവത്, സാരത്തോടു കൂടിയതാകണം. സാരമില്ലാത്ത ഒരു സൂക്തം ഉണ്ടാവരുത്. വിശ്വതോമുഖം, വിശ്വതോമുഖം എന്ന് പറയുന്നത് സർവതോമുഖം എന്നും പാഠമുണ്ട്. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മുഖം വേണം, രണ്ട് ഭാഗത്തേക്കും മുഖം വേണം. എന്താ രണ്ട് ഭാഗത്തേക്കും മുഖം വേണമെന്ന് പറഞ്ഞ അർത്ഥം? അഞ്ചാമത്തെ സൂത്രാന്ന് വിചാരിച്ചോളൂ, എങ്കിൽ അത് 4ഉമായിട്ടും ബന്ധം വേണം, 6ഉമായിട്ടും ബന്ധം വേണം. 10ാമത്തെ സൂത്രം എടുത്താൽ അതിന് 9ഉമായിട്ട് ബന്ധം വേണം, 11ഉമായിട്ടും ബന്ധം. രണ്ട് ഭാഗത്തേക്കും മുഖം വേണം. മുഖം ദ്വാരം ചേർന്നിരിക്കും. അപ്പം സൂത്രങ്ങൾ ചേർത്ത് എഴുതിയ ഒരു വടി പോലെ ഉണ്ടാവും. അത് മുറിച്ചിട്ടാണ് സൂത്രാക്കണം. അസ്തോഭം, സ്തോഭം അഥവാ സ്തോഭങ്ങൾ ഉണ്ടാവരുത്. സ്തോഭം എന്ന് പറഞ്ഞാൽ വൃത്ത നിർമ്മിതിക്കോ പാദപൂരണത്തിനോ സൗന്ദര്യത്തിനോ ഒക്കെ വേണ്ടി നിരർത്ഥകമായി ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ് സ്തോഭങ്ങൾ. പാദപൂരണത്തിന് വേണ്ടിയിട്ട് ഒരക്ഷരം വെറുതെ ആണ്ട് കൂട്ടുക, അല്ലെങ്കിൽ 2 അക്ഷരം വെറുതെ ആണ്ട് കൂട്ടുക, അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, വായിക്കുമ്പോൾ ചൊല്ലുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരക്ഷരം വെറുതെ കൂട്ടുക. അതിനാണ് സ്തോഭം എന്ന് പറയുക. സ്തോഭത്തിന് നല്ല ഒന്നാന്തരം ഈ മലയാളത്തിൽ കൃഷ്ണഗാഥയിൽ ഒരുപാട് സ്തോഭങ്ങൾ, ഒരാവശ്യമില്ല ചെമ്മേ ചെമ്മേ എന്ന് കാണാം. ച വൈ തു ഹി എന്നൊക്കെ സംസ്കൃത സാഹിത്യത്തിൽ കാണും. ഒരർത്ഥമില്ല, ഒരാവശ്യം ഉണ്ടാവില്ല. ച വൈ തു ഹി. അപ്പോൾ അസ്തോഭം, സ്തോഭം ഉണ്ടാവരുത്. അനവദ്യം ച, ശ്രേഷ്ഠമായൊരു സന്ദേശത്തെ നൽകണം. ശ്രേഷ്ഠം, ഇത്രയും ലക്ഷണങ്ങൾ തികഞ്ഞാൽ ഒന്ന് സൂത്രാവും. എന്താണ്? അല്പാക്ഷരമസന്നിഗ്ധം സാരവദ് വിശ്വതോ മുഖം അസ്തോഭമനവദ്യം ച സൂത്രം സൂത്രവിദോ വിദു. പ്രാണങ്ങളെപ്പറ്റി വിശദീകരിക്കുമോ എന്നാണ്. പ്രാണങ്ങളെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ ശബ്ദത്തിൻ്റെ നിഷ്പത്തി അടക്കം പറഞ്ഞിട്ടുണ്ട്. പ്രകർഷേണ അനിധി, വളരെ ശ്രേഷ്ഠമായ രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നത് പ്രാണൻ. സമ്യക്കായി ചെയ്യിപ്പിക്കുന്നത് സമാനൻ, സമീകരിച്ച് ചെയ്യിപ്പിക്കുന്നവൻ സമാനൻ. മുകളിലേക്ക് ഉത്ക്രമണവായുവായിട്ട് പ്രവർത്തിക്കുന്നവൻ ഉദാനൻ. താഴേക്ക് വിസർജനകാരകനായി നിൽക്കുന്നവൻ അപാനൻ. സർവത്ര വ്യാപിച്ച് നിലകൊള്ളുന്നവൻ വ്യാനൻ എന്നൊക്കെ പറഞ്ഞത്. ഇതാണ് പഞ്ചപ്രാണങ്ങൾ.
സൂക്ഷ്മ ശരീരം എന്ന് പറയുമ്പോൾ മനസ്സും ബുദ്ധിയും കൂടാതെ ഇന്ദ്രിയങ്ങളും പ്രാണങ്ങളും ഉൾപ്പെടുമോ? തീർച്ചയായിട്ടും. ബുദ്ധി കർമ്മേന്ദ്രിയ പ്രാണ പഞ്ചകൈർ മനസാധിയ ശരീരം സപ്തദശഭി സൂക്ഷ്മം തല്ലിംഗമുച്യതേ. ബുദ്ധി കർമ്മേന്ദ്രിയ പ്രാണ പഞ്ചകൈഹി, ജ്ഞാനേന്ദ്രിയ പഞ്ചകം 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയ പഞ്ചകം 5 കർമ്മേന്ദ്രിയങ്ങൾ, ഏതൊക്കെയാന്ന് പറയണ്ടല്ലോ, എല്ലാം അറിയാമല്ലോ. പിന്നെ പഞ്ചപ്രാണങ്ങൾ, ഇങ്ങനെ 15. മനസാധിയ, മനസ്സോടും ബുദ്ധിയോടും കൂടി ഉള്ള ശരീരം സപ്തദശഭി 17 ഘടകങ്ങൾ ചേർന്ന ശരീരത്തിന് പറയുന്ന പേരാണ് സൂക്ഷ്മ ശരീരം. അതിൻ്റെ മറ്റൊരു പേര് ലിംഗശരീരം. ജീവേശ്വര ഐക്യം എന്ന് പറയുമ്പോഴും ആത്മബ്രഹ്മൈക്യം എന്ന് പറയുമ്പോഴും ഒന്ന് തന്നെയല്ലേ? ഒന്ന് തന്നെയാണ് ലക്ഷ്യത്തിൽ. ലക്ഷ്യാർത്ഥം ഒന്നാണ്, പക്ഷെ വാച്യാർത്ഥത്തിന് വ്യത്യാസമുണ്ട്. നോക്കൂ, നമ്മൾ ജീവാത്മാവ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഉപാധിയോട് ചേർന്ന ഭാവമുണ്ട്. ഞാൻ ഇല്ലേ? അപ്പോഴാണ് ജീവാത്മാവ് എന്ന് പറയുക. ഞാൻ എന്ന് പറയുമ്പോൾ ഒരു ചിതാഭാസ ഭാവം, അന്ധക്കരണോപാധിയോട് ചേർന്ന ഭാവം ഉണ്ട് ജീവാത്മാവ്. അപ്പോൾ ജീവാത്മാവും ഈശ്വരനും ഏകമാണ് എന്നുള്ളതാണ് ജീവേശ്വരൈക്യം എന്ന് പറയുന്നത്. അതെങ്ങനെ? അത് ഉപാധിഗതമായി ജീവോപാധിയിൽ അന്ധക്കരണത്തിൽ പ്രതിബിംബിക്കുന്ന ആത്മചൈതന്യം, സമഷ്ടിയിൽ വിദ്യാഉപാധിയിൽ പ്രതിബിംബിക്കുന്ന ആത്മചൈതന്യം, ഇത് രണ്ടും ഒന്ന് തന്നെ എന്നുള്ളതാണ് ജീവേശ്വര ഐക്യം. എന്നാൽ എന്താണ് ജീവൻ്റെ സ്വഭാവം, എന്താണ് ജീവൻ്റെ സ്വരൂപം എന്ന് ചിന്തിക്കുമ്പോൾ എപ്രകാരമാണോ കണ്ണാടിയിൽ പ്രതിബിംബിച്ച സൂര്യ പ്രതിബിംബം നീലയിൽ നീലയായും മഞ്ഞയിൽ മഞ്ഞയായും പച്ചയിൽ പച്ചയായും ഒക്കെ കാണപ്പെടുമ്പോഴും പരമാർത്ഥത്തിൽ അത് സൂര്യൻ തന്നെ നമ്മൾ അറിയുന്നു. അതിനെന്ത് വേണം? കണ്ണാടിയാകുന്ന ഉപാധിയെ മാറ്റണം. ഇതുപോലെ ജീവാത്മാവിൻ്റെ പാരമാർത്ഥികമായ ഭാവം ആത്മാവാണെന്ന് മനസ്സിലാക്കി. എങ്കിൽ ഈശ്വരൻ്റെ പാരമാർത്ഥികമായ ഭാവം എന്താണ്? അപ്പോൾ ബ്രഹ്മമാണ്, പരമാത്മാവാണെന്ന് മനസ്സിലാവും. ഈ ഏകതയാണ് ആത്മബ്രഹ്മൈക്യം. അപ്പോൾ വാസ്തവത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ ഒരു വിചാരദശയിൽ ജീവേശ്വര ഐക്യം എന്നാണ് നമ്മൾ പറയുക, വാച്യാർത്ഥമായിട്ട്. അതിൻ്റെ ലക്ഷ്യാർത്ഥം ചിന്തിക്കുമ്പോഴാണ് ആത്മബ്രഹ്മൈക്യം എന്നുള്ളതിലേക്ക് എത്തുന്നത്. അതാണ് അതിൻ്റെ മറുപടി. 1 വർഷം 1 അധ്യായം എന്ന നിലയ്ക്കാണല്ലോ അന്തർയോഗത്തിൽ ഗീത പഠിക്കുന്നത്. 1 വർഷം 1 അധ്യായം എന്ന നിലയ്ക്കാണല്ലോ അന്തർയോഗത്തിൽ ഗീത പഠിക്കുന്നത്. അത് എത്രയേ പറ്റുള്ളൂ. അത് തന്നെ ഇപ്പം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് തീർക്കണത്. ഇന്നലെയൊക്കെ എത്ര മണിക്കൂറാണ് നമ്മൾ ഒന്നിച്ചിരുന്നേ. എന്നാൽ കുറഞ്ഞ കാലം കൊണ്ട് ഭഗവത്ഗീത ഭാഷ്യം മുഴുവൻ പഠിക്കാൻ എന്ത് ചെയ്യണം? അതിപ്പോൾ ഒരൊറ്റ നോട്ടം നോക്കിയാൽ മതി. കുറഞ്ഞ കാലം കൊണ്ട് പഠിക്കാൻ പറ്റില്ല. അത് അതിപ്പോൾ വേവലാതിപ്പെടണ്ട. ഉണ്ടാവുകയാണെങ്കിൽ നോക്കാമേ. ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഈ പറയുന്ന ആളുണ്ടാവുമോ, കേൾക്കുന്ന ആളുണ്ടാവുമോ? വണ്ടി പോയിക്കൊണ്ടേയിരിക്കും. ഇവിടുന്ന് ഇപ്പോൾ ഏതാ ഭാരതത്തിൽ ഏറ്റവും നീളം കൂടിയ വണ്ടി? ജമ്മു കാശ്മീരല്ല, അതൊക്കെ പോയി കന്യാകുമാരി നിന്ന് ആസാമിൻ്റെ അരുണാചൽ പ്രദേശിൻ്റെ ബോർഡർ വരെ പോകുന്നുണ്ട്. ഡിബ്രൂഗർ വരെ പോകുന്നുണ്ട്. അത് ശരിക്കും ഡിബ്രൂഗർ അല്ല, ഡിബ്രൂഗറിൻ്റെ തൊട്ട് അപ്പുറത്തെ സ്ഥലത്ത് വരെ പോകുന്നുണ്ട്. എന്നിട്ട് ഡിബ്രൂഗറിൽ വന്നിട്ടാണ് അതൊരു
ഒരു യാത്ര എന്നുള്ള രീതിയിൽ ഡീബ്രൂഗർ കാരണം തൊട്ടപ്പുറത്ത് പോയിട്ട് എന്താ അതിൻ്റെ പേരെന്തോ പേരുണ്ട്, ആ വിവേകാനന്ദ അല്ലേ, വിവേക് എക്സ്പ്രസ് ആണ്. 4000 ചില്ലാൻ കിലോമീറ്റർ ആയിട്ടാണ് ഓടുന്നത്. കന്യാകുമാരി നിന്ന് പുറപ്പെട്ടാൽ ഡീബ്രൂഗർ വരെ പോവുക. അത് അവിടുന്ന് പുറപ്പെടുമ്പോൾ ചിലപ്പോൾ 10 ആളൊക്കെ ഉണ്ടാവുള്ളൂ വണ്ടിയിൽ. പിന്നെ വണ്ടി ഫുള്ളാവും, പിന്നെ കാലിയാവും, പിന്നെ ഫുള്ളാവും, കാലിയാവും, പിന്നെ ഫുള്ളാ. ഡ്രൈവർ എത്ര പ്രാവശ്യം മാറും? കുറേ പ്രാവശ്യം ഡ്രൈവർ മാറില്ലേ? അല്ലാണ്ട് ഈ 4000 കിലോമീറ്റർ ഒരാൾ ഓടിക്കാനാ? കണക്കായി. യാത്രക്കാർ മാറും, വണ്ടി അത് തന്നെ. അതുപോലെയാണ് അന്തർയോഗം. ചിലർ വണ്ടി കയറും, ഇറങ്ങും, പറയുന്ന ആൾ മാറും അല്ലേ? പറയുന്ന ആൾ മാറും, കേൾക്കുന്ന ആൾ മാറും, വണ്ടി പോയിക്കൊണ്ടേയിരിക്കും. അത് ഇതിൻ്റെ ഒരു പദ്ധതിയാണത്. ഒരു പ്രാവശ്യം 18 അധ്യായം പൂർത്തിയാക്കി ഇല്ലേ? ഒരു പ്രാവശ്യം 18 അധ്യായം പൂർത്തിയാക്കിയിട്ടാണ് നമ്മൾ രണ്ടാമത് തുടങ്ങിയത്. എന്നിട്ടിപ്പോൾ 4 എത്തി. അങ്ങനെ പോവുകയാണ്. അതിനിടയ്ക്ക് ആദ്യകാലത്ത് ഗീതയായിരുന്നില്ല. ആദ്യകാലത്ത് ഗുരു, ശിഷ്യൻ, വിവേകം, വൈരാഗ്യം, ശമം, ദമം, ഉപരതി, ഇങ്ങനെ ഓരോ വിഷയം വിസ്തരിച്ച് പഠിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ആദ്യം. പിന്നെ മാറ്റം വന്ന് ഗീതയിലേക്ക് കടന്നു. അങ്ങനെയുണ്ടായത്. അതങ്ങനെ പോകുന്നത്. അപ്പോൾ എന്നാൽ കുറഞ്ഞ കാലം കൊണ്ട് ഭഗവത്ഗീത ഭാഷ്യസഹിതം മുഴുവൻ പഠിക്കാൻ എന്ത് ചെയ്യണം? ഒന്നിച്ച് താമസിച്ച് പഠിക്കാനേ വേണം, അല്ലാണ്ട് ഇപ്പോൾ വഴിയില്ല. എവിടുന്നോ തിരപ്പെടുക വെച്ചാൽ അതൊക്കെ നോക്കുക തന്നെ. പിന്നെ ഒരു ഭാഷ്യത്തിൻ്റെ ഒരു പഠന രീതിയാണ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധയോടുകൂടി വായിക്കുകയും സംശയ നിവാരണം നടത്തുകയൊക്കെ ചെയ്താൽ മതി. അതിൻ്റെ ഒരു മർമ്മം കിട്ടാനുണ്ട്. ഭാഷ്യം എങ്ങനെ പഠിക്കണം, അത് 2-ാം അധ്യായം ശരിക്ക് പഠിച്ചാൽ മതി. 2-ാം അധ്യായം ശരിക്ക് പഠിച്ചാൽ പിന്നെ 18 അധ്യായവും പഠിക്കാൻ പറ്റും. മുപ്പത്തേഴാം ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ പ്രാരബ്ധവും സഞ്ചിതവും ആഗാമിയുമായ സംസ്കാരം നശിപ്പിക്കപ്പെടുമെന്ന് പറയുകയുണ്ടായി. സഞ്ചിത സംസ്കാരത്തിൻ്റെ ഒരംശം മാത്രമല്ലേ ഈ ജന്മത്തിലെ പ്രാരബ്ധം. അപ്പോൾ സഞ്ചിതത്തിലെ ബാക്കി സംസ്കാരം കൂടി ഇവിടെ നശിപ്പിക്കപ്പെടും എന്ന് തന്നെയാണ് അർത്ഥമാക്കേണ്ടത്. പൂർണ്ണമായി സഞ്ചിതം നശിപ്പിക്കപ്പെടും തന്നെയാണ് അർത്ഥം. കാരണം സഞ്ചിതം ഒരു ജന്മത്തിൽ നിന്ന് മറ്റൊരു ജന്മത്തിലേക്ക് മാറ്റപ്പെടുന്നത് സൂക്ഷ്മ ശരീരം വഴിക്കാണ്. അതിനുപാധി സൂക്ഷ്മ ശരീരമാണ്, അല്ലാതെ സമഷ്ടിയിൽ വേറെ ഏതോ ഒരു സെർവറിൽ വയ്ക്കുകയല്ല. വേറെ ഏതോ സെർവറിൽ വെച്ചിട്ട് അവിടുന്ന് ഓരോന്ന് എടുക്കണ പരിപാടിയാണെങ്കിൽ അത് വേറെ. ഇതല്ല, ഇത് ജീവനിൽ തന്നെയാണ് ആലേഖനം ചെയ്തിട്ടുള്ളത്. അത് പക്ഷേ പുറത്തേക്ക് എടുക്കണില്ല എന്നേ ഉള്ളൂ. അത് പുറത്തേക്ക് പ്രയോഗത്തിലേക്ക് എടുക്കാതെ അവിടെ സൂക്ഷ്മരൂപമല്ല, കാരണരൂപത്തിൽ കിടക്കുന്നുണ്ട്. ഈ കാരണരൂപത്തിൽ സൂക്ഷ്മ ശരീരത്തിൽ കിടക്കുന്ന സഞ്ചിതമടക്കം ഭസ്മീകരിക്കപ്പെടും ജ്ഞാനാഗ്നിയാൽ എന്ന് തന്നെ അർത്ഥം മനസ്സിലാക്കണം. കർമ്മത്തിൽ തത്പരനായി ചെയ്താൽ അത് കർമ്മബന്ധനം ഉണ്ടാക്കില്ലേ? ഇതൊരു വലിയ ചോദ്യമാണ്. കാരണം കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ആ ചെയ്തിയിൽ തത്പരത വേണം. പക്ഷെ അതേ സമയത്ത് തീർത്തും ഈശ്വരാർപ്പണ ഭാവത്തോടു കൂടി ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഒരു കർമ്മം ഈശ്വരാർപ്പണം എന്നുള്ള ഭാവന നമുക്ക് വരുമ്പോൾ അത് വളരെ താല്പര്യത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുക. ഈ കർമ്മം എനിക്ക് ഭഗവാന് സമർപ്പിക്കാനുള്ളതാണ് എന്ന ഭാവന ഉണ്ടെങ്കിൽ വളരെ ശുദ്ധമായി വളരെ താല്പര്യത്തോടു കൂടിയാണ് ചെയ്യുക. പക്ഷേ അതിൻ്റെ ഫലത്തിൽ എനിക്ക് എന്നുള്ള ആഗ്രഹം അവിടെ ഇല്ല. അവിടെ പ്രസാദ ബുദ്ധി വന്നു. അല്ലേന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോൾ കർമ്മത്തിൽ തത്പരനായി ചെയ്താൽ അത് കർമ്മബന്ധനം ഉണ്ടാക്കില്ലേ എന്നുള്ള ചോദ്യത്തിന് ഒറ്റവാക്കിൽ മറുപടി പറയാൻ പറ്റില്ല. കാരണം ഈശ്വരാർപ്പണ ഭാവം വന്നാൽ അതൊരിക്കലും കർമ്മബന്ധനം ഉണ്ടാക്കില്ല. അപ്പോഴാണ് കൂടുതൽ നന്നാവുകയും ചെയ്യുക കർമ്മം ഇല്ലേ? ഇപ്പം നമ്മുടെ ഗൃഹത്തിൽ ഇന്ന് പൊതുവേ നമ്മൾ വൃത്തിയിലും വെടിപ്പിലും പാകം ചെയ്യുന്നവരാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെ വിചാരിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. നല്ല വൃത്തിയായിട്ട് നല്ല രീതിയിൽ പാകം ചെയ്യുന്നവരാണ് നമ്മളെന്ന് വിചാരിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും പൂജിക്കുന്ന, ഏറ്റവും ആദരിക്കുന്ന ഒരു മഹാത്മാവ് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടെങ്കിൽ നമ്മളൊന്നും കൂടി നന്നായിട്ട്
ശ്രദ്ധിച്ച് തത്പരതയോടുകൂടി ചെയ്യില്ലേ? ഉണ്ട്. പാത്രമൊക്കെ നല്ലോണം കഴുകി ഒന്നും കൂടി ഒന്ന് നന്നാക്കും. പക്ഷേ അതിൽ നമുക്ക് മറ്റൊരാഗ്രഹവും ഇല്ല. കാരണം അവിടെ സമർപ്പിക്കാനുള്ളതാ. അവിടെ സമർപ്പണ ഭാവമുണ്ട്. അതിൽ നമ്മൾ ബന്ധിക്കപ്പെടില്ല. കാരണം അവിടെ സമർപ്പണ ഭാവമാണുള്ളത്. നേരെ മറിച്ച് ഇത് ഇന്നെനിക്ക് ഉഷാറായിട്ടൊന്ന് ശാപ്പാട് കഴിക്കാനുള്ളതാണ് എന്ന രീതി അപ്പോഴും നല്ല തത്പരമായിട്ട് ചെയ്യും. പക്ഷെ അത് നമ്മൾ ബന്ധിക്കപ്പെടും. കാരണം അവിടെ തനിക്ക് ഭോഗിക്കുക എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ താല്പര്യം. ഇത് രണ്ടും വളരെ വ്യത്യാസമുണ്ട്. അതിന് ഭാവനയുടെ ഒരു നാളൊരു വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചതല്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്നെ പോയതാ. രണ്ടും വ്യത്യാസമുണ്ടല്ലോ. ഒരു വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചു, അത് വേറെ. ഭക്ഷണം കഴിക്കാനായിട്ട് പോയതാണ് ഒരു വീട്ടിൽ. അപ്പം അവർ ഈ ഗോത്രാചാരത്തിൽ കഴിയുന്നവരാണ്. അപ്പം എല്ലാ വീടുകളിലും ബലിത്തറകളുണ്ട്. എല്ലാ വീടുകളിലും മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്ന ബലിത്തറകളുണ്ട്. അവരെ വീട് തന്നെ രണ്ടായിട്ടാണ്. താമസിക്കുന്ന വീടും പുറത്ത് വളരെ വൃത്തിയിൽ ഈ ഭൂമിയിൽ നിന്ന് കുറച്ച് പൊങ്ങിയിട്ട് നല്ല മുള കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അതിമനോഹരമായ ഒരു വീടാണ്. അതിൽ വേറെ ഒന്നുമില്ല. അതിൽ 2 മുറി ഉണ്ടാവും. അതിൽ വലിയ മുറിയുടെ നടുക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും. ആ പ്ലാറ്റ്ഫോമിൽ മണ്ണ് ആയി മുകളിൽ ചാണകം വഴുകിയിട്ടുണ്ടാവും. അതിൻ്റെ മുകളിൽ നമ്മളെടുത്ത് ഉറിയില്ലേ ചെറുത്, ഇത് വലുതുണ്ടാവും. വലുത് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതിൽ പുക വയ്ക്കും, മറ്റേതിൽ മൃഗങ്ങളുടെ മാംസം വയ്ക്കും. അതിനാണ്. കാരണം മൃഗങ്ങളുടെ കിട്ടുന്ന സമയത്ത് കൊന്നിട്ട് ഉണക്കി വെച്ചാലേ അല്ലാത്ത സമയത്ത് കഴിക്കാൻ പറ്റൂ. ഒരു കൊല്ലത്തേക്ക് സൂക്ഷിക്കാനുള്ള മാംസമാണ് ഉണ്ടാവുക. അത് പല ജാതി ഉണ്ടാവും. ഇതിനടിയിൽ തീ വെച്ച് പുകച്ച് അതങ്ങനെ ഉണക്കി ഭദ്രമായി ഇടയ്ക്ക് തീ കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു സന്യാസി വരിക എന്നുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്തു, ആ മാംസമൊക്കെ അവിടുന്ന് മാറ്റിയൊക്കെ ചാണകം തെളിച്ചൊക്കെ വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ രണ്ടാമതും ചൂടുവെള്ളത്തിൽ കഴുകി ഇങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞ് ഈ വിളമ്പുന്ന സമയത്ത് അമ്മ പറഞ്ഞു, സ്വാമി ഉപ്പുണ്ടാവുമോ എരിവുണ്ടാവുമോ എന്നൊന്നും അറിയില്ല, ഒന്നുമില്ല. കാരണം സ്വാമിക്ക് തരാനുള്ളതായതുകൊണ്ട് നോക്കാൻ പാടില്ലല്ലോ, ഒന്നും നോക്കിയിട്ടില്ല. അതാണ് അവരുടെ നോക്കൂ, ഒന്നും അറിയില്ല. എന്താണോ സ്വാമിക്ക് അത് തന്നെയാണ് ഞങ്ങൾക്കും തോന്നുന്നത്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്തൊരു ഭാവനയാണ് വനവാസികളാണ്, എന്തൊരു ഭാവനയെന്ന് ആലോചിച്ചു. അപ്പം ഞാനവരോട് പറഞ്ഞു, രുചി നോക്കണതിന് വിരോധമൊന്നുമില്ല, അതിപ്പോൾ നോക്കേണ്ട പോലെ നോക്കണം. എങ്ങനെയാ നോക്കുക? ചില ആൾക്കാർ ഒറ്റ നക്കൽ എന്നിട്ട് ഇളക്കൽ, അത് വയ്യ. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. ഇവിടെ ആരും ഇല്ലയെന്ന് വിചാരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. അത് വയ്യ. അല്ലാതെ സ്പർശമില്ലാതെ നോക്കാം. അത് കഴിഞ്ഞാൽ പക്ഷെ കഴുകണം എന്ന് മാത്രം. കയ്യും ഒക്കെ കഴുകണം, കയ്യും മുഖവും കഴുകണം, എന്നിട്ടേ പിന്നെ പാകം പാടുള്ളൂ. എന്നാലും രുചി നോക്കാത്ത തന്നെ നല്ലത്. പക്ഷെ ഉണ്ടായി കഴിച്ചു നോക്കുമ്പോഴോ, എന്ത് സ്വാദാണ് ഭഗവാനെ, അത്ര സ്വാദുള്ളൊരു ഭക്ഷണം, അത്ര സ്വാദാ. കാരണം ആ ഭാവന മുഴുവൻ അതിലുണ്ട്, സമർപ്പിക്കണം എന്നുള്ള ഭാവന മുഴുവൻ അതിലുണ്ട്. അപ്പം അതൊരിക്കലും ബന്ധിക്കില്ല, ഒരിക്കലും ബന്ധിക്കില്ല. ശരി, സന്തോഷം. തൽക്കാലം നമുക്ക് ഇപ്പോൾ ഉപസംഹരിക്കാം. ഇവിടെ അന്തര്യോധന പ്രതിനിധികളായി വന്നവരിൽ ഭൂരിഭാഗം പേര് പോയി കഴിഞ്ഞിട്ടുണ്ട്. ഭൂരിഭാഗം പേരും, ഒരു പകുതി പോലും ഇപ്പോൾ അവിടെ ഇല്ല. അന്തര്യോഗം ശാന്തി മന്ത്രത്തോടു കൂടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ശാന്തി മന്ത്രത്തോടു കൂടിയാണ് കഴിയേണ്ടത്. എന്നപ്പം അങ്ങോട്ട് ചൊല്ലിയാലോ, അത് പറ്റില്ല. അതിൻ്റെ ഘടകമായിട്ടാണ് അവസാനം പ്രതിനിധികളുടെ ഭാഷണമൊക്കെ വെച്ചുള്ളത്. ഇപ്രാവശ്യം ആരും ഉണ്ടെന്ന് തോന്നില്ല, 10-15 പേരെ ആകെ ഉള്ളൂ
എന്നാണ് തോന്നണത്. ബാക്കിയുള്ള പലരും അത്യാവശ്യമുള്ളതുകൊണ്ട് പോയവരുണ്ട്, മുങ്ങിയവരുണ്ട്, ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. പ്രതിനിധികളുടെ ഭാഷണങ്ങൾക്ക് ശേഷമാണ് നമ്മളിത് സമാപിപ്പിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്കുള്ള തിരക്ക് ആയിട്ട് ആരും പോകരുതെന്നാണ് പറയണത്. അത് കഴിഞ്ഞിട്ട് മതി യാത്രകളൊക്കെ. ചില സമയത്ത് കാണാറുണ്ട് ഈ പ്രൈവറ്റ് ബസ്സൊക്കെ, പ്രത്യേകിച്ച് കോഴിക്കോട് കണ്ണൂർ ഗവൺമെൻറ് അനുവദിച്ച ഓട്ട സമയം എത്രയാണെന്നറിയോ? എത്രയാ? 3 മണിക്കൂറാണ്. ബസ് എത്ര സമയം കൊണ്ടെത്തും? 2 മണിക്കൂർ കൊണ്ടെത്തും. 1 മണിക്കൂർ നേരത്തെ എത്തും. എന്നിട്ടൊന്ന് റിവേഴ്സ് ചെയ്ത് ശരിക്കൊന്ന് പാർക്ക് ചെയ്യാനുള്ള സാവകാശം കൊടുക്കൂല. ഒന്ന് ഇറങ്ങിയിട്ട് ഇടയിൽ 1 മണിക്കൂർ നേരത്തെ എത്തിയിട്ടുണ്ട്, ഇനിയൊന്ന് നിർത്തിയിട്ട് ഇറങ്ങിയാൽ പോരെ? അപ്പോൾ ഇറങ്ങാൻ തിരക്കാ. അതുപോലെയാണ് ഇപ്പോൾ പോട്ടെ, എന്താണ് വേഗം വീട്ടിലെത്തണം. എന്തായാലും 7 ദിവസം കണക്കാക്കിയിട്ടല്ലേ വന്നത്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് മതി യാത്രകളൊക്കെ എന്നർത്ഥം. അങ്ങനെയല്ലേ? അല്ല, അതെ. മറ്റന്നാൾ വേദാന്ത ക്ലാസ് ഉണ്ടോ എന്നാണ് ചോദ്യം. അവസാനത്തെ ഞായറാഴ്ച വേദാന്ത ക്ലാസ് വേണമല്ലോ. അവസാനത്തെ ഞായറാഴ്ച വേദാന്ത ക്ലാസ് വേണം. മറ്റന്നാൾ വേദാന്ത ക്ലാസ് ഉണ്ടാവണം. അത് ഇതുമായിട്ട് ബന്ധമില്ലല്ലോ. ഇങ്ങനെ എന്തൊക്കെ പരിപാടി വേറെ നടക്കുന്നുണ്ട്. അത് ഇതിൻ്റെ മധ്യത്തിൽ വന്നിരുന്നെങ്കിൽ അപ്പോൾ ചോദിക്കണം വേദാന്ത ക്ലാസ് ഉണ്ടോ. മധ്യത്തിലല്ലല്ലോ. ശരി, സന്തോഷം. വേഗം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ഒത്തുകൂടാം. എത്ര മണിക്ക്? ഭജനയ്ക്ക് ഒത്തുകൂടാം. ഇന്നിപ്പോൾ ക്ഷേത്ര ദർശനത്തിന് സമയം ഉണ്ടാവും തോന്നില്ല. 5:15. ഇന്ന് ക്ഷേത്ര ദർശനം വേണ്ട, ഇന്ന് സമയം ഉണ്ടാവില്ല. ശരി.